Hello. Welcome to Market Discussion of the Day. Today, February 13, 2026, ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മളുടെ പുതിയ ബാച്ച് മാർച്ച് 2-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ വട്ടം മുതൽ നമ്മൾ എന്താ പറയുക, പെയ്ഡ് പ്രോഗ്രാം ആക്കാൻ പോവുകയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള, നമ്മൾ ഇത്രയും കാലം ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് കോഴ്സായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. സോ ഇനി മുതൽ നമ്മൾ പെയ്ഡ് ആയിരിക്കും. പെയ്ഡ് എന്ന് പറയുമ്പോൾ വളരെ വലിയ ഫീസൊന്നുമില്ല, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 1000 റുപ്പീസാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു കോഴ്സിന് നമ്മൾ ഇടുന്നത്. ഓക്കെ, സോ 7 ദിവസത്തെ പ്രോഗ്രാം ആയിരിക്കും. ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഒരുപാട് നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബേസിക്കലി ഇന്നലത്തെ നമ്മൾ ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ GDP അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് GBP നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്. 0.2% ഇപ്പോൾ 0.1% ആയിട്ട് കുറഞ്ഞു. അത് GBP നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. രണ്ടാമത് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് അല്ലേ, അത് കഴിഞ്ഞ വട്ടം 232K ആയിരുന്നു. ഈ വട്ടം വന്നപ്പം 227K ആയി. ഇത് പോസിറ്റീവാണ്. ഓക്കെ, സോ ജോലി ഇല്ലാത്ത ആൾക്കാർ US ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ക്ലെയിമിന് പോയതാണ്. അപ്പം കുറഞ്ഞു. അതിൻ്റെ 232K നിന്ന് 227K. വലിയ രീതിയിലുള്ളൊരു വ്യത്യാസം ഉണ്ടായില്ല, എന്നാലും ഒരു വ്യത്യാസമുണ്ടായി. ക്ലെയിമിന് പോയിട്ടുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ കുറഞ്ഞു. അത് US ഡോളറിന് പോസിറ്റീവാണ്. ഓക്കെ, എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി US നിന്ന് വരുന്ന പല ന്യൂസുകളും നമുക്ക് പോസിറ്റീവ് US ഡോളറിന് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അതേപോലെ 8 മണിക്ക് GBP ന്യൂസ് ഉണ്ടായിരുന്നു. അതും GBPക്ക് വലിയ കുഴപ്പമില്ലാത്ത -1% പ്രീവിയസിൽ നിന്ന് CB ലീഡിംഗ് ഇൻഡെക്സ് 0% ആയിട്ട് കൂടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ആക്ച്വലി 4.27 മില്യത്തിൽ നിന്ന് 3.91 മില്യൺ. അതായത് വലിയ രീതിയിലുള്ളൊരു വ്യത്യാസമൊന്നും മാർക്കറ്റിനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എന്താ പറയുക, ഇതൊക്കെയാണ് US നിന്ന് വന്നിട്ടുള്ള ന്യൂസ്. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. CPIയുടെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈകുന്നേരം 7 മണിക്കാണ് CPIയുടെ ന്യൂസ് വരുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു മാർക്കറ്റ് സാഹചര്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നലെ രാത്രിയിലുള്ളൊരു വലിയൊരു മൂവ്മെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. രാത്രി 9 മണിക്ക് ഇന്ത്യൻ ടൈം ഓൾമോസ്റ്റ് മാർക്കറ്റ് 5066 നിന്ന് 4879 വരെ, ഓൾമോസ്റ്റ് 1900 പിപ്പൊക്കെ ഒരു മണിക്കൂർ മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. $10,000 ഉള്ള ഒരാൾ ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, സ്റ്റോപ്പ് ലോസ് ഇല്ലായിരുന്നെങ്കിൽ അവരുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോയാനായിരുന്നു. ഓക്കെ, സോ $1000 ഉള്ള ഒരാൾ 0.1 ലോട്ടിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോയാനായിരുന്നു. സോ ഇതാണ് ബേസിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൂവ്മെൻറ്റിൽ. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക അല്ലേ. സോ ഇന്നലെ നമ്മൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള കാര്യത്തിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഇറാനും US തമ്മിൽ ഉള്ളൊരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ബേസിക്കലി നമ്മൾ ഇന്നലത്തെ ആ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ നിങ്ങൾ കണ്ടിട്ടില്ലാത്തുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും അത് കണ്ടുപോവുക. ഓക്കെ, സോ എന്താ പറയുക, ബേസിക്കലി ഇറാൻ്റെ പ്രോബ്ലം $100 ബില്യൺ ഫോറിൻ കൺട്രീസിലുണ്ട്. അത് US-ൻ്റെ ഫോറിൻ കൺട്രീസ് ഇൻ ദ സെൻസ് സൗത്ത് കൊറിയ, അതേപോലെ ജപ്പാൻ, അതേപോലെ ഇറാഖ് പോലത്തുള്ള രാജ്യങ്ങൾക്കുണ്ട്. സോ US-ൻ്റെ സാങ്ഷൻ പേടിച്ച് ഈ രാജ്യങ്ങളിൽ ഇറാൻ ആ പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ ട്രേഡ് ഡീൽ, അവർക്ക് എക്സ്പോർട്ട് 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓയിലാണ് ഇറാൻ. പക്ഷേ അവർക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് US സമ്മതിക്കുന്നില്ല. ഇത് സമ്മതിക്കണം എന്നുള്ളതാണ് ബേസിക് ആയിട്ട് US-ൻ്റെ ഒരു US-ന് വേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷേ US അല്ല, ഇറാന് വേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷേ US പറയുന്നത് എന്താണ്, അവർക്ക് ബേസിക്കലി അവരുടെ ഈ പറയുന്ന യുറേനിയത്തിൻ്റെ 60% എൻറിച്ച്മെൻറ്റ് നിർത്തണം. കാരണം 60% കൂടുതൽ എൻറിച്ച്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് വെപ്പൺസിന് വേണ്ടിയിട്ടാണ്, അത് വാറിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം കൊണ്ടിട്ട് അത് നിർത്തണം എന്നുള്ളതാണ് നമ്മളുടെ US-ൻ്റെ
US അവിടെ നിന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ നെതന്യാഹു ഇസ്രയേലി പ്രൈം മിനിസ്റ്ററും US പ്രസിഡന്റും തമ്മിലുള്ളൊരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് ബേസിക്കലി നമ്മുടെ ട്രംപിന് ഒരു ഡീൽ ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇറാനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നെതന്യാഹു പറയുകയുണ്ടായി. ഓക്കെ, സോ ബേസിക്കലി അവിടെ വീണ്ടും ഒരു എന്താ പറയുക, ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായി. അതുമാത്രമല്ല, ഏറ്റവും ലാസ്റ്റിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്താണ്, ഇഫ് ഇറാൻ സേസ് നോ തിങ്സ് വിൽ ഗെറ്റ് വെരി ബാഡ് ഫോർ ദം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മളുടെ US പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അവിടെ വീണ്ടും ഒരു എന്താ പറയുക, ഒരു തീപ്പൊരി ഉണ്ടായി എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായി തീരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീടേ അറിയത്തുള്ളൂ കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ എടുത്ത് പറഞ്ഞു പോയെന്നുള്ളൂ. പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് വീണ്ടും ഒരു തീപ്പൊരി ഉണ്ടായി. സോ ഈ തീപ്പൊരി ഉണ്ടാവുന്നതിനനുസരിച്ചിട്ടാണ് ഗോൾഡ് ആക്ച്വലി എന്താണ് വീണ്ടും മുകളിലൊക്കെ തന്നെ നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയില്ല, ഉറപ്പായിട്ടും ഗ്രീൻലാൻഡ് ഇഷ്യൂസ് അവിടെ തന്നെ നിൽപ്പുണ്ട്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അപ്ഡേറ്റ്സുകൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, താരിഫുകൾ ഓൾറെഡി നിൽക്കുന്നുണ്ട്. സോ അങ്ങനത്തുള്ള പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ബാക്കി കുറച്ച് പ്രഷറൊക്കെ ഓൾറെഡി ഗോൾഡിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും US നിന്ന് വരുന്ന ന്യൂസുകൾ ബേസിക്കലി US ഡോളറിന് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയുന്നത് കെവിൻ വാഷ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് ഫെഡറൽ ചെയർമാനായിട്ട് നോമിനേറ്റ് ചെയ്ത് ഡൊണാൾഡ് ട്രംപ് നോമിനേറ്റ് ചെയ്ത പുള്ളി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കത്തില്ല എന്നുള്ള അനുമാനത്തിൽ US ഡോളറിൻ്റെ സ്ട്രെങ്ത് കൂടുകയും ഗോൾഡ് താഴോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അല്ലേ. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കഴിഞ്ഞ NFP വന്നപ്പോൾ, നോൺ ഫാം പേറോൾ വന്നപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള 130,000 ആൾക്കാർക്ക് പുതിയതായിട്ട് US ജോലി കിട്ടി. അത് വളരെ നല്ലതാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ ഇന്നത്തെ ദിവസം CPIയുടെ ന്യൂസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CPIയുടെ ന്യൂസും വളരെ നല്ലൊരു എന്താ പറയുക ഡേറ്റ തന്നാൽ US ഡോളറിൻ്റെ സ്ട്രെങ്ത് വീണ്ടും കൂടുകയും ഗോൾഡ് വീണ്ടും താഴോട്ട് പോകാൻ ഉള്ളൊരു പോസിബിലിറ്റി നമുക്ക് നമ്മളുടെ കൺമുന്നിലുണ്ട് എന്നുള്ളൊരു കാര്യം മറക്കാതെ വേണം നമ്മൾ ട്രേഡിൽ മുന്നോട്ട് പോകാൻ, ട്രേഡിൽ ഡിസിഷൻ എടുത്ത് പോകാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPYയിലോട്ട് എല്ലാ ദിവസത്തെയും പോലെ USD JPYയിലോട്ട് തന്നെ പോവാം. USD JPY 153.18 നിൽക്കുന്നു. 153.18 നമുക്കറിയാം. USD JPY ഒരു അപ് ട്രെൻഡ് ആയിരുന്നു. അവിടുന്ന് കഴിഞ്ഞ ആഴ്ച നടന്ന കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആ ഒരു പ്രസിഡന്റ് ഇലക്ഷൻ, അവിടെ പുതിയ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പ്രൈം മിനിസ്റ്ററിൻ്റെ കുറച്ച് എന്താ പറയുക, പുള്ളിക്കാരത്തിയുടെ കുറച്ച് തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ ഫണ്ട് എങ്ങനെ ചെലവാക്കണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ബന്ധപ്പെടുത്തി ആക്ച്വലി എന്താ പറയുക, നമ്മുടെ ജാപ്പനീസ് യെൻ്റെ ശക്തി കുറയുകയും ഓക്കെ USD JPY താഴോട്ട് പോവുകയും ബെയറിഷ് ആവുകയും ചെയ്തു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ 153ൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ, സോ നമ്മൾക്കറിയാം 152 പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് ഉള്ളത്. സോ ഈ ഒരു വീക്ക് ബെയറിഷ് എന്ന് പറയുന്ന ഈ ഒരു ടോട്ടലി എന്താ പറയുക ബെയറിഷ് ആയിരുന്നു നമ്മളുടെ USD JPY. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഒരു സ്ലൈറ്റ് ബുള്ളിഷ് എന്താ പറയുക ഒരു ഇതാണ് കാണിക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് USD JPYയിൽ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. 152ൻ്റെ അവിടെ നമുക്ക് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. സ്റ്റോപ്പ് ലോസ് 151.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ബൈ എൻട്രി എടുക്കാനായിട്ട്. ഓക്കെ, സോ ബേസിക്കലി US മാർക്കറ്റിന് ശേഷം ഈ ബൈ എൻട്രി എടുക്കുകയും ചെയ്തത് 6:30 മുന്നേ ആയിട്ട് ഇത് എടുക്കുകയും ചെയ്തത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഓൾറെഡി ഓർഡർ ഇട്ട് വെച്ചേക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. കാരണം CPI 7 മണിക്കുണ്ട്. അതിന് മുന്നേ ആയിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം. അതിന് മുന്നേ 152 എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് 152ന് അവിടുന്ന് ബൈ ചെയ്യാം. 151.40 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ബൈ ചെയ്യാം. ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ ബേസിക്കലി 153.40 അവിടുന്ന് സെല്ല് ചെയ്യണം. അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം പ്രോപ്പറായിട്ട് കിട്ടി കേട്ടോ. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും കിട്ടി. ഓക്കെ, സോ ഇന്ന് ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി പറയുന്നില്ല, കാരണം സ്ലൈറ്റ് ആയിട്ടൊരു ബുള്ളിഷ് കാര്യങ്ങളാണ് ഇപ്പം മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഓക്കെ, സോ നേരെ നമ്മളുടെ USD GBPയിലോട്ട് വരാം. GBP ഇപ്പോൾ കറൻ്റ്ലി GBP ബേസിക്കലി അപ് ട്രെൻഡിൽ നിന്ന് GBP എപ്പോഴും നമ്മൾ ബൈ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ ഇന്നലത്തെ GBPയിൽ വന്ന ന്യൂസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, നമുക്കറിയാം ഈ പറയുന്ന UK GDP അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് 0.1% ആയി. ഓക്കെ, കുറഞ്ഞു എന്നുള്ളതാണ്. സോ അതും
നമ്മളുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമറിൻ്റെ എന്താ പറയുക, പുള്ളിയുടെ ആ ഒരു ഈ ഒരു എന്താ പറയുക ഒരു അധികാരം, അല്ലെങ്കിൽ ആ ഒരു പുള്ളി പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം ആൾക്കാർ അതിനെതിരെ നിൽക്കുന്ന പാർട്ടികളും അല്ലെങ്കിൽ ആൾക്കാരും ഒക്കെ അവിടെ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. സോ ബേസിക്കലി ആ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള ഒരു അനുമാനം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് കുറച്ച് ഡൗൺ ട്രെൻഡിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലും GBP കാണിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു അതുകൊണ്ടിട്ട് തന്നെ നമുക്കൊരു ബൈ എൻട്രിയെ കുറിച്ച് എനിക്ക് പറയാനായിട്ടില്ല. പക്ഷേ ഇന്ന് US മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് 1.3500 അവിടുന്ന് ബൈ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാനായിട്ടൊരു ബൈ ഒന്നുമല്ല. ഓക്കെ, സോ പെട്ടെന്ന് നമുക്ക് ബൈ എടുത്ത് ഒരു ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് മാറാം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, കാരണം പൊളിറ്റിക്കലി GBP USD വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് ആയി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ട്രേഡിലോട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോ USDയിലോട്ട് വരാം. യൂറോ USD സ്ലൈറ്റ്ലി എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ആ ഒരു രീതിയിൽ പ്രത്യേകിച്ച് ഒരു ട്രെൻഡ് ഇല്ലാതെ നിൽക്കുകയാണ് ഇപ്പം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് 1.1800 അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്യാം. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യം 1.1800 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1740 താഴെ സ്റ്റോപ്പ് ലോസ്, നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 1.200 അവിടെ വെച്ചിട്ട് സെല്ല് ചെയ്യാം. 1.2100 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റും വെച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരാൻ നേരത്ത് ഗോൾഡ് 4953 നിൽക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ദർ ഈസ് നോ കമൻസ് ഇൻ ഗോൾഡ്. പക്ഷേ നമുക്ക് 4980 അവിടെ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ കച്ചവടം ചെയ്യാം. US മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് ഇറങ്ങണം. $25 സ്റ്റോപ്പ് ലോസ്, 30 or 37.5 ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി ഇത് ഒരു 1 hour ക്യാൻഡിൽ പോലും ഇതിൻ്റെ ഇടയ്ക്ക് വെറുതെ ചുമ്മാ കയറി അവിടെ ഒരു ഓർഡർ ഇട്ട് വെക്കരുത്. 4980 അവിടെ ഒരു ഓർഡർ ഇട്ട് വെക്കരുത്. സോ അവിടെ പുതിയൊരു ക്യാൻഡിൽ 4980 മുകളിൽ 1 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അവിടെ നമുക്കൊരു സെല്ല് ചെയ്ത് മുന്നോട്ട് പോകാൻ. 4980 അവിടുന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെക്കണം. 5005 അവിടെയെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങൾക്ക് 1:1.5 റേഷ്യോയിലോ ഒക്കെ നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാവുന്നതുമാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിനകത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു പോകാനായിട്ടുള്ളത്. US മാർക്കറ്റിന് മുന്നേ ആയിട്ടാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്താണ് നമുക്ക് ബേസിക്കലി 4900 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് കിട്ടുകയാണ് എങ്കിൽ 4900 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇന്നലെ ലോ പോയതിൻ്റെ താഴെ വേണം സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. 4878 ഇന്നലെ ലോ പോയത്. 4875 അവിടെയെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണം അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് എനിക്ക് ഗോൾഡിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഗോൾഡ് എന്താ പറയുക, US ഡോളർ ബേസ് ചെയ്തിട്ട് പറയുകയാണ് എങ്കിൽ, എക്കണോമിക്കലി പറയുകയാണെങ്കിൽ ഗോൾഡ് ഡൗൺ ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പൊളിറ്റിക്കലി ഒരുപാട് പ്രഷർ ഉണ്ടായതുകൊണ്ടിട്ട് ഗോൾഡ് അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങൾ എന്ത് ട്രേഡ് എടുത്താലും നിങ്ങളുടെ ലെവൽസിൽ വന്ന ട്രേഡ് എടുത്തോ, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കാരണവശാലും ട്രേഡ് എടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. അതിനകത്ത് ഒരുപാട് ബോണസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ $1000 50% ബോണസാണ് കമ്പനി കൊടുക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ബാക്കി എത്രയാണോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാം 20% ബോണസും കമ്പനി തരുന്നുണ്ട്. സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ എനിക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. UAE ക്ലയൻസിൻ്റെ പ്രത്യേക ലിങ്കാണ്, അത് നോക്കി നിങ്ങൾ എടുക്കണം. ഓക്കെ, അതിൻ്റെ കൂടെ വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയും ഞാൻ ലിങ്ക് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും ചെയ്യാം. പക്ഷേ അതിൽ ബോണസ് ഒന്നും അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. പക്ഷേ ഭയങ്കര നല്ല ഒരു ബ്രോക്കർ കൂടിയാണ് വാൻറ്റേജ്. ഓക്കെ, സോ നിങ്ങൾക്ക് എടുക്കണം എന്നുള്ള ആൾക്കാർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്ക് ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ്ലി ഒരു എന്താ പറയുക ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ലൈഫ് ലോങ് സപ്പോർട്ടും എനിക്ക് തരാനായിട്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.